ഒരു പ്രധാന വാർത്തയിലേക്ക് കെ.വി. തോമസിനെ കെ.പി.സി.സി അധ്യക്ഷനാക്കാൻ ഹൈക്കമാൻഡിന്റെ നീക്കം നടക്കുന്നതായി സൂചന. കെ എം മാണിയും ഒപ്പം ബി.ജെ.പിയും ഒക്കെ ഒരു എതിർപ്പ് ഉയർത്തിയുമൊക്കെ നിലനിൽക്കുന്നു. എന്തായാലും അതിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, ഏറെ നാളത്തെ ചർച്ചകൾക്ക് ഒരു അന്ത്യമാകുന്ന സാഹചര്യമാണ് ഉടലെടുക്കുന്നത്. ഒടുവിൽ നറുക്ക് അത് കെ.വി. തോമസിന് തന്നെയാകുമോ? അഞ്ജു, കെ.പി.സി.സി അധ്യക്ഷൻ സ്ഥാനം സംബന്ധിച്ച് ഹൈക്കമാൻഡിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പ്രൊഫസർ കെ.വി. തോമസിനെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുന്നത്. നേരത്തെ തന്നെ കെ.പി.സി.സി അധ്യക്ഷനാകുന്നതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുമായി കേന്ദ്ര നേതൃത്വം പലതവണ ചർച്ച നടത്തിയിരുന്നു. പ്രത്യേകിച്ച് എ.ഐ.സി.സി നേതൃത്വം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചിരുന്നു. പക്ഷേ കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് വരാൻ താനില്ല എന്ന ഉമ്മൻചാണ്ടി ആവർത്തിച്ച് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മറ്റൊരു ചോയ്സിനായി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ഇറങ്ങിത്തിരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഐ ഗ്രൂപ്പിന് പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ മുരളീധരനുമായിട്ട് എ.ഐ.സി.സി നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ മുരളീധരനും ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് വരാൻ താൻ ഇല്ല എന്നുള്ള ഒരു തീരുമാനമാണ് അറിയിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യമേ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നാണ് പ്രൊഫസർ കെ.വി. തോമസിൻ്റേത്. പ്രത്യേകിച്ച് കെ.പി.സി.സി അധ്യക്ഷ പദവി വിഹിതം വയ്ക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു സമുദായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളിന് കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു സമുദായത്തിന്റെ പ്രതിനിധിക്കായിരിക്കണം കെ.പി.സി.സി അധ്യക്ഷ പദവി കൊടുക്കേണ്ടത് എന്നുള്ള കേരളത്തിന്റെ ഒരു നിർദ്ദേശം പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി തന്നെയാണ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശം അനുസരിച്ചാണ് കെ.വി. തോമസിനെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നത്. അത് സംബന്ധിച്ച അന്തിമ നിലപാട് കൈക്കൊള്ളുന്നതിന് വേണ്ടി വീണ്ടും സംസ്ഥാന നേതൃത്വവുമായി എ.ഐ.സി.സി പ്രതിനിധികൾ ചർച്ച നടത്തും എന്നാണ് അറിയുന്നത്. പ്രൊഫസർ കെ.വി. തോമസ് ആകുമ്പോൾ അത് ന്യൂനപക്ഷ പ്രതിനിധിയായി തന്നെ വരികയും ക്രൈസ്തവ സഭകൾക്കും പ്രത്യേകിച്ച് ഈ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ നേരത്തെ വരുന്ന ഒരു രീതിയിലാണെങ്കിൽ അത്തരത്തിൽ ന്യൂനപക്ഷത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും അവരെ കൂടുതൽ ആകർഷിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള തരത്തിലുള്ള ചിന്തകളാണ് ഇതിന് വഴിവെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചർച്ചകളാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഫസർ കെ.വി. തോമസിനാക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യം കൊണ്ടുവരുന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു സജീവമായിട്ടൊരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി രംഗത്തില്ലാത്ത ഒരു വ്യക്തിത്വമാണ് പ്രൊഫസർ കെ.വി. തോമസ്. എങ്കിൽ പോലും എ ഗ്രൂപ്പിനോട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് കെ.വി. തോമസ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഐ ഗ്രൂപ്പ് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് ശക്തമായിട്ടുള്ള എതിർപ്പ് വരും. കാരണം ഐ ഗ്രൂപ്പ് പ്രതിനിധി അല്ലാത്തത് കൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിന് നൽകണമെന്നുള്ളൊരു ആവശ്യകത നേരത്തെ തന്നെ വെച്ചിരുന്നു. ഐ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി കെ മുരളീധരനെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം. പക്ഷേ അതിന് ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അത് തടസ്സം നിൽക്കും. അത് ഏതു തരത്തിൽ രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ അന്തിമ തീരുമാനത്തിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമാകുമോ എന്നുള്ളത്. മറ്റ് ചില പേരുകൾ നേരത്തെ കേട്ടിരുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേര്, അത് ഇടയ്ക്ക് വെച്ച് തന്നെ അതില്ലാതാകുന്ന ഒരു സാഹചര്യം. പിന്നെ ഒരു പേര് കെ സുധാകരൻ്റെതാണ്. കണ്ണൂരിൽ കോൺഗ്രസിൽ സജീവ രാഷ്ട്രീയമായിരുന്നുകൊണ്ട് രംഗത്ത് വന്ന കെ സുധാകരനെ പരിഗണിക്കണമെന്നുള്ളതാണ്. പക്ഷേ കെ സുധാകരനെതിരെ ചില ഗ്രൂപ്പുകൾ എ ഗ്രൂപ്പിനകത്തും ഐ ഗ്രൂപ്പിനകത്തുമുള്ള മുതിർന്ന നേതാക്കൾക്ക് ചില എതിർപ്പ് ഉണ്ട്. ആ എതിർപ്പ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കെ സുധാകരൻ്റെ പേര് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അതായത് എ.ഐ.സി.സി നേതൃത്വം പരിഗണിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു നിലപാടനുസരിച്ച് പ്രൊഫസർ കെ.വി. തോമസിനെ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നീക്കം. അതിന് പ്രധാനമായി കാരണം ക്രൈസ്തവ സഭകളും പ്രത്യേകിച്ച് കെ എം മാണിയും ഇത്തരത്തിൽ ബി.ജെ.പിയോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ബി.ജെ.പിയിലേക്ക് നീങ്ങാനുള്ള അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വേണ്ട പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ചില സാധ്യതകൾ എ.ഐ.സി.സി നേതൃത്വം കാണുന്നുണ്ട്. ഇത്തരം നീക്കങ്ങളെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ക്രൈസ്തവൻ കൂടിയായ ഒരു പ്രൊഫസർ കെ.വി. തോമസിനെ തന്നെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. തീർച്ചയായും എന്തായാലും സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേരുകളാണ് ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇതുവരെ ഉയർന്നു വന്നത്. സുധാകരൻ ഉൾപ്പെടെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. ഒരുപക്ഷെ ഐ ഗ്രൂപ്പിന് പ്രാതിനിധ്യം വേണമെന്ന് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഒരു അവകാശവാദവും ഒക്കെ ഉന്നയിച്ചതാണ്. അതുകൊണ്ട് ഒക്കെ തന്നെ ഈ കെ.വി. തോമസ് എന്ന പേര് ഉയർന്നു വരുന്നതോടുകൂടി ഐ ഗ്രൂപ്പിൽ ഒരുപക്ഷെ എതിർപ്പ് ഉയർന്നു വരാനുള്ള വലിയൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? തീർച്ചയായും അഞ്ജു, ഐ ഗ്രൂപ്പ് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ചില പേരുകൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ പേരുകൾ അംഗീകരിക്കാൻ അതിൽ അവർ കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുത്തത് കെ മുരളീധരൻ്റെ പേരാണ്. പക്ഷേ കെ മുരളീധരന് ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷനാകാൻ താൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് അറിയിച്ചത്. കാരണം ഇപ്പോൾ എം.എൽ.എ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുമെന്നും പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് തനിക്ക് കാരണം കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ പല പ്രാവശ്യം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത്തരത്തിൽ
തരത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും താഴെത്തട്ടിൽ പാർട്ടിയെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും കൂടുതൽ സമയം കോൺഗ്രസിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സമയം പ്രവർത്തനം വേണം. ഒരു MLA എന്നുള്ള നിലയിൽ അത് സാധിക്കുകയില്ല എന്നാണ് AICC നേതൃത്വത്തെ അറിയിച്ചത്. ഉമ്മൻചാണ്ടിയും ഇക്കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഒരു സ്ഥാനമാനങ്ങളിൽ നിൽക്കാതെ മാറി നിൽക്കുന്ന വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള തന്ത്രങ്ങളുടെയൊക്കെ ചിന്തകൻ കൂടിയായ ഉമ്മൻചാണ്ടി അത്തരത്തിൽ എന്തൊക്കെയോ കണക്കൂട്ടി തന്നെയായിരിക്കാം ഒരു സ്ഥാനവും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. ഇപ്പോഴും താൽക്കാലിക അധ്യക്ഷ പദവി MM ഹസന് കൊടുക്കുമ്പോഴും അത് ഉമ്മൻചാണ്ടിയുടെ താല്പര്യം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷ പദവി താൽക്കാലിക ചുമതല ഹസന് നൽകിയിട്ടുള്ളത്. പക്ഷേ ഹസനെ സ്ഥിരം ചുമതല നൽകാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം അത് പല രീതിയിലുള്ള എതിർപ്പുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതകളില്ല. പക്ഷേ എല്ലാവർക്കും എല്ലാവർക്കും സമ്മതം ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് KV തോമസ് തന്നെയാണ്. ഐ ഗ്രൂപ്പ് ചെറിയ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ പോലും അവരെ ഒത്തുതീർപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ KV തോമസിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ KV തോമസിന്റെ പേര് സജീവ ചർച്ചയിൽ വന്നതും അത്തരത്തിൽ KV തോമസിനെ തന്നെ നിയോഗിക്കാനുള്ള നീക്കം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. സുനിൽ, ഒരു പക്ഷേ KM മാണിയുടെ കൊഴിഞ്ഞുപോക്കോടുകൂടി UDF വളരെ ഒരു മുൾമുനയിൽ നിന്നിരുന്ന ഒട്ടേറെ നിമിഷങ്ങളാണ് കടന്നുപോയതൊക്കെയും. ഇപ്പോൾ KM മാണി സ്വീകരിക്കുന്ന നിലപാടുകൾ അതും UDFനെ ഏറെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒട്ടേറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഒപ്പം ക്രൈസ്തവ സഭകൾ എടുക്കുന്ന നിലപാട്, ഇതൊക്കെയും നിലവിൽ UDFന് വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു. അവരുടെ ഒരു പിൻബലം അത് BJPയിലേക്ക് പോകുമോ എന്നുള്ള വലിയൊരു ആശങ്ക കൂടി ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ ഉണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും. കാരണം ഇതിനകത്ത് അഞ്ചു പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല ഇരിക്കുമ്പോൾ പോലും ക്രൈസ്തവ സഭയ്ക്ക് പ്രത്യേകിച്ച് എതിർപ്പുണ്ട്. കാരണം അവർ കൂടുതലായി കോൺഗ്രസിലേക്ക് അടുത്തു വരുന്നില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നപ്പോഴോ അല്ലെങ്കിൽ മറ്റ് നേതൃസ്ഥാനത്തൊക്കെ ഇരുന്നപ്പോഴോ ഉള്ള ഒരു സഹകരണം ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇത് AICC നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് വിലയിരുത്തുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവരുടെ ഒരു അകന്നുപോക്ക്, അല്ലെങ്കിൽ BJPയുമായി ഇവർ സഖ്യമുണ്ടാക്കുമോ അല്ലെങ്കിൽ BJPയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ സഭയുടെയും ഒക്കെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതും അക്കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ KV തോമസിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനാകും. ക്രൈസ്തവ സഭകൾ കൂടുതൽ ഇങ്ങോട്ട് അടുത്തു നിൽക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് KM മാണി പലതവണ BJPയിൽ ചാടാനും ചാടിയില്ല എന്നുള്ള രീതിയിൽ പല ചർച്ചകൾ നടത്തി ഇപ്പോഴും സജീവമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു സ്പ്ലിറ്റ് ഇതിനകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏതു തരത്തിലും കോൺഗ്രസിനെ കേരളത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് AICC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നടപ്പാക്കണമെങ്കിൽ ആ വെല്ലുവിളി നടപ്പാക്കാൻ അനുയോജ്യനായ ഒരാൾ, പ്രത്യേകിച്ച് രണ്ട് ഭാഗത്തിനും വലിയ എതിർപ്പില്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ KV തോമസിന്റെ പേര് തന്നെ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലപ്പള്ളി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കൂടിയായിരുന്ന മല്ലപ്പള്ളി രാമചന്ദ്രനെ എടുക്കുകയാണെങ്കിലും അതിനകത്ത് വരുന്ന ഒരു ചില പ്രശ്നം, അത് മറ്റൊരു സമുദായത്തിൻ്റെ വ്യക്തി എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അത് നടപ്പാക്കാനായി നേതൃത്വം തയ്യാറാകാതെ വരുമ്പോൾ മുല്ലപ്പള്ളിക്ക് അത് ഒരു തടസ്സവാദമായി വന്നതുകൊണ്ടാണ് ആ പേര് ആദ്യമേ മാറുന്നത്. BD സതീശിൻ്റെ പേര് ഇടയ്ക്ക് കയറി വന്നതായിരുന്നു. പക്ഷേ അവിടെയും A ഗ്രൂപ്പ് ശക്തമായ എതിർപ്പ് അവിടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്ക് അത്തരത്തിൽ BD സതീശനെ കൊണ്ടുവരുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്താണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു സമവായം എന്നുള്ള രീതിയിലേക്ക് KV തോമസിനെ അവരോധിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സജീവമായിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. KV തോമസിനെ KPCC അധ്യക്ഷനാക്കാനുള്ള ഒരു നീക്കം ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ നടക്കുകയാണ്. ഒരുപക്ഷെ BJPയിലേക്ക് KM മാണിയും ക്രൈസ്തവ സഭകളും പിൻബലം കൊടുക്കുന്നു എന്നുള്ള ഒരു സൂചനകൾ, അത് ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലുകളൊക്കെയാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് നയിക്കുന്നതെന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടാവുന്നത്. തിരികെ വാർത്തകളിലേക്ക്. സെൻകുമാർ വിഷയത്തിൽ സുപ്രീം കോടതി വിധി അന്തിമമാണെന്നും ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി വിധിയുടെ തൊട്ടടുത്ത ദിവസം നടപടി പ്രതീക്ഷിച്ചവരാണ് കാലതാമസം ആക്ഷേപിക്കുന്നതെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. അല്ല, അത് സുപ്രീം കോടതിയുടെ വിധിയാണല്ലോ. ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക തന്നെ ചെയ്യും. അതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. അതാർക്കാണ് ആക്ഷേപം? അത് സംബന്ധിച്ച് അതൊക്കെ ഒരു ദിവസം വിധി വന്ന് പിറ്റേ ദിവസം തന്നെ നടപ്പാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും.
അൽഖ്വയ്ദയിൽ ചേർന്ന മലയാളി കൊല്ലപ്പെട്ടതായി സൂചന. പാലക്കാട് പുതുപരിയാരം സ്വദേശി അബു താഹിറാണ് സിറിയയിൽ മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. ഇതിന്റെ ആധികാരികത തേടുകയാണ് നിലവിൽ പോലീസ്. ഈ മാസം 4-ന് സിറിയയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ പാലക്കാട് സ്വദേശി അബു താഹിർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഖത്തറിലുള്ള ഇയാളുടെ ബന്ധുവിനാണ് സന്ദേശം ലഭിച്ചത്. അബു താഹിർ കൊല്ലപ്പെട്ടെന്നും ഖബറടക്കം കഴിഞ്ഞുവെന്നുമായിരുന്നു സന്ദേശം. വിവരം കൈമാറിയ നമ്പറിലേക്ക് ഇനി ബന്ധപ്പെടുന്ന മുന്നറിയിപ്പും സന്ദേശത്തിലുള്ളതായി സൂചനയുണ്ട്. അൽഖ്വയ്ദയുടെ പോഷക സംഘടനയായ ജംഹത്ത് നസ്രയിലെ അംഗമായിരുന്നു അബു താഹിർ. ഇക്കാര്യം ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി സ്ഥിരീകരിച്ചിരുന്നു. 2013-നാണ് ജോലിക്കായി അബു താഹിർ ഖത്തറിലേക്ക് പോയത്. ജോലി ചെയ്യവേ ഉംറയ്ക്ക് പോകുന്നുവെന്നാണ് കുടുംബത്തിന് ലഭിച്ച അവസാന സന്ദേശം. കഴിഞ്ഞ 3 വർഷമായി കുടുംബാംഗങ്ങളുമായി അബു താഹിറിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മരണവിവരം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പൂരം വെടിക്കെട്ട് അനുമതിയുടെ കാര്യത്തിൽ നാളെ തീരുമാനമായേക്കും. പരമ്പരാഗത രീതിയിലുള്ള വെടിക്കെട്ടിന് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വങ്ങൾ. തൃശൂർ പൂരം വെടിക്കെട്ടിന് കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം നൽകേണ്ട അനുമതി വൈകുന്നതിൽ വലിയ ആശങ്കയാണ് നിലനിന്നിരുന്നത്. എന്നാൽ മന്ത്രി VS സുനിൽകുമാറും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ ചർച്ചയിൽ നാളെ തീരുമാനമുണ്ടായേക്കും എന്നാണ് സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് കടുത്ത പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. 2 മന്ത്രിമാരും അതുപോലത്തെ 2 സർക്കാരുകളും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാമെന്നുള്ളത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉറപ്പ് നാളെ ഒരു ഉത്തരവായിട്ട് വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭംഗിയോടുകൂടി പൂരം നടക്കും. അനുമതി ലഭിച്ചില്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ പാറമേക്കാവും തിരുവമ്പാടിയും ചേർന്ന് തീരുമാനിക്കും. വെടിക്കെട്ടിനുള്ള അനുമതി വൈകുന്നതിൽ പ്രതിഷേധിച്ച കൊടിയേറ്റത്തിന്റെ ആഘോഷങ്ങൾ പാറമേക്കാവ് വിഭാഗം ഒഴിവാക്കിയിരുന്നു. ഗുണ്ട്, അമിട്ട്, കുഴിമിന്നൽ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനാണ് അനുമതി ലഭിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുതിർന്ന CPI നേതാവും മുൻ MLAയുമായ പള്ളിപ്രം ബാലൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ബാലസംഘം യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച പള്ളിപ്രം ബാലൻ AIYF താലൂക്ക് സെക്രട്ടറിയായിരുന്നു. ദീർഘകാലം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. BKMU സംസ്ഥാന പ്രസിഡന്റ്, ട്രഷറർ, ഐബ്സോ, കേരള ആദിവാസി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1987-ൽ ഹോസ്ദുർഗിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു. 2006-ൽ അവിടെ നിന്ന് തന്നെ മത്സരിച്ച് നിയമസഭാ അംഗമായി. നാളെ മുതൽ അനിശ്ചിതകാല റേഷൻ സമരം. 14,000-ഓളം റേഷൻ കടകൾ അടച്ചിടുമെന്ന് റേഷൻ ഡീലേഴ്സ് അറിയിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമം കൃത്യമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, പെട്ടെന്നുള്ള ഈ നിലപാടിന് മുന്നിൽ എന്താണ് റേഷൻ ഡീലേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. തൃശൂരിൽ ചേർന്ന റേഷൻ വ്യാപാരികളുടെ യോഗത്തിലാണ് ഇത്തരത്തിൽ നാളെ മുതൽ കടകൾ അടച്ചിട്ട് ഉള്ള സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. റേഷൻ വ്യാപാരികൾക്ക് തൊഴിലിന് വേതനം കൃത്യമായി പ്രഖ്യാപിക്കുക, നവംബർ മുതൽ നൽകാമെന്ന ഏൽപ്പിക്കുന്ന വേതനവും ഇൻസെന്റീവും പെട്ടെന്ന് നടപ്പാക്കുക, ഡോർ ഡെലിവറി സമ്പ്രദായം അനുസരിച്ച് സാധനങ്ങൾ കടയിൽ തൂക്കം ബോധ്യപ്പെടുത്തി നൽകുക എന്നീ ആവശ്യങ്ങൾ വ്യക്തമാക്കിയാണ് നാളെ മുതൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും സ്റ്റോക്ക് ബഹിഷ്കരിച്ച് അടച്ചിട്ട് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് നടന്ന യോഗത്തിൽ അസോസിയേഷന്റെ സംസ്ഥാന നേതാക്കളാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. നാളെ മുതൽ സംസ്ഥാനത്തെ 14,000 റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തുമെന്നാണ് അസോസിയേഷന്റെ പ്രഖ്യാപനം. ശരി, വ്യക്തമാണ്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത വരൾച്ചയുടെ പിടിയിലാണ് കാസർകോട്ടെ തുളുനാടൻ ഗ്രാമപഞ്ചായത്തായ മീഞ്ച. വില കൊടുത്തു പോലും കുടിവെള്ളം വാങ്ങേണ്ട സ്ഥിതിയിലാണ് ജനങ്ങൾ. പരിമിതമായ ബദൽ സംവിധാനങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയെങ്കിലും പ്രശ്നപരിഹാരം ആകുന്നില്ല. കർണാടക അതിർത്തി പ്രദേശമാണ് കാസർഗോഡ് മീഞ്ച ഗ്രാമപഞ്ചായത്ത്. ആദിവാസികളും കർഷക തൊഴിലാളികളുമായ ദരിദ്ര ജനവിഭാഗങ്ങളാണ് കുടിവെള്ള പ്രശ്നത്തിന്റെ പ്രയാസം ഏറെ അനുഭവിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മുമ്പ് നടപ്പാക്കിയ ജലവിതരണ പദ്ധതിയിൽ പോലും വെള്ളമില്ല. പഞ്ചായത്ത് വക കിണറുകളും വറ്റിവരണ്ടും. വരൾച്ച രൂക്ഷമായതിനെ തുടർന്ന് കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ ജലവിതരണ സംവിധാനവും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മിയാപദവ്, ബേറിക്ക, ചിഗുറുപാത, കുളൂർ എന്നിവിടങ്ങളിലെല്ലാം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. 5 കിലോമീറ്റർ നടന്നുകൊണ്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഒരു 30 വീടുണ്ട് ഇവിടെ വെള്ളമില്ലാതെ ഭയങ്കര ക്ഷാമത്തിലുള്ളത്. ഇവിടെ കിണറുണ്ട്, വെള്ളമില്ല മാത്രം. ഇത് ബൊവ്വത്ത് മാത്രം ഉണ്ട്. ഇത് വേണിക്കാള വരുമ്പോക്ക്
ഒരു നവംബറിന് പിന്നെ വെള്ളമായിരുന്നു ഞങ്ങൾക്ക് കുടിക്കാനും വെള്ളമില്ല. ഏറെയായിരുന്നു പുറത്തോട്ട് കൊണ്ടുവരുന്നത്. വെള്ളത്തിന്റെ സ്രോതസ് മുമ്പൊരു കുടിനീര് പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പൂർണ്ണമായിട്ടും നിന്നു. വെള്ളമില്ല, ഇപ്പൊ വരുന്നില്ല. കിണറെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതെ, ഞങ്ങള് 1000 ലിറ്റർ വെള്ളത്തിന് 550 രൂപ കൊടുക്കണം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ജലവിതരണ സംഭരണികൾ സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചുവെങ്കിലും ആവശ്യത്തിന്റെ 1/4 വെള്ളം പോലും എത്തിക്കാനാകുന്നില്ല. സാമ്പത്തിക ശേഷിയുള്ളവർ സ്വകാര്യ ജലവിതരണക്കാരെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് ആശ്രയം സർക്കാർ സംവിധാനം മാത്രം. നിലച്ചതും നിർമ്മാണത്തിലുള്ളതുമായ ജലവിതരണ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാവാൻ ഇനി മാസങ്ങൾ മാത്രം. മെയ് അവസാനത്തോടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുക്കി അവസാന മിനുക്കുപണികളും രേഖാപരമായ കാര്യങ്ങളും നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടക്കുകയാണ്. വടക്കൻ മലബാറിന്റെ വികസന കുതിപ്പുകൾക്ക് കരുത്തേകി കണ്ണൂർ വിമാനത്താവളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ ഇനി മാസങ്ങൾ മാത്രം. മെയ് അവസാനത്തോടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിക്കഴിയും. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസത്തോടെ ടെസ്റ്റിംഗും ഒപ്പം ലൈസൻസ് സംബന്ധിച്ച രേഖകളുടെ പ്രവൃത്തിയും പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ത്വരിതഗതിയിൽ ഇത് പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് 3000-ഓളം വരുന്ന തൊഴിലാളികൾ രാപ്പകൽ ചെയ്യുന്നത്. കിയാൽ പ്രൊജക്ട് എഞ്ചിനീയർ ഷിബു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ നമ്മൾ ഇതിന്റെ ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ, ഇതെല്ലാം ഫെസിലിറ്റീസും ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇതെല്ലാം റൺ ചെയ്ത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. DGCയുടെ എയറോഡ്രോം ലൈസൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യാണ് 1 മെയിൽ. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 മാസം കൊണ്ട് നമ്മളുടെ ടെസ്റ്റിങ്ങും ഇൻ്റഗ്രേഷനും നടക്കും. പാരലലായിട്ട് ഈ പറഞ്ഞതുപോലെ ലൈസൻസിങ്ങിൻ്റെ പ്രൊസീജിയർ നടക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഷെഡ്യൂൾ. സുരക്ഷാ പരിശോധന 4ാമതും കഴിഞ്ഞു. 3050 മീറ്റർ റൺവേ, ഇന്റഗ്രേറ്റഡ് ടെർമിനൽ ബിൽഡിംഗ്, പാരലൽ ടാക്സിവേ, ആപ്രൺ എന്നിവ അവസാനഘട്ട മിനുക്കുപണിയിലാണ്. നമ്മളിപ്പോൾ ഫിസിക്കൽ റൺവേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3050 മീറ്റേഴ്സ് റൺവേ ഇസ് കംപ്ലീറ്റ്. ഇന്റഗ്രേറ്റഡ് ടെർമിനൽ ബിൽഡിംഗ് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് പ്രോഗ്രസ്സിലാണ്. ഏപ്രൺ കംപ്ലീറ്റഡ് ആണ്. പാരലൽ ടാക്സിവേ അവിടെ വർക്ക് ഏതാണ്ട് 50%ഓളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫയർ സ്റ്റേഷൻസ് കംപ്ലീറ്റഡ് ആണ്. എയർ ട്രാഫിക് കൺട്രോൾ ടവറിന്റെ വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നതുപോലെ ഒരു പരീക്ഷണ പറക്കലാവില്ല കണ്ണൂർ വിമാനത്താവളത്തിൽ ഇനി നടക്കാൻ പോകുന്നത് എന്നത് വ്യക്തമാണ്. സെപ്റ്റംബർ മാസത്തോടുകൂടി വിമാനത്താവളം പൂർണ്ണതയിലെത്തിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.